ഹലോ എവരിവൺ, വെൽക്കം ടു എക്സാം വൈ ലേണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് SSLC സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക വീഡിയോ ആണ്. നിങ്ങൾക്ക് SSLC എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനൊക്കെ വളരെ നല്ല രൂപത്തിൽ പോകുന്നുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല വിഷയങ്ങളിലും ഈ ടോപ്പിക്ക് കുറച്ചുകൂടി നന്നായി കേട്ടാൽ അല്ലെങ്കിൽ കുറച്ചുകൂടി നന്നായി എക്സ്പ്ലെയിൻ ചെയ്ത് കിട്ടിയാൽ നന്നായിരുന്നു എന്നൊക്കെ തോന്നിയ പല വിഷയങ്ങളുമില്ലേ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നമുക്ക് ഓൾറെഡി വന്ന കമൻറ്റുകളിലുള്ള ചില ടോപ്പിക്സാണ് നമ്മളിവിടെ കവർ ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് തോന്നിയ ടോപ്പിക്സ് എന്ത് ചെയ്യുക, കമൻറ്റിൽ പോസ്റ്റ് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യും, ആ നിർബന്ധമായിട്ടും കവർ ചെയ്യേണ്ടുന്ന ടോപ്പിക്സ് ഇതുപോലെ ഒരു വീഡിയോ ആയി, വളരെ ഷോർട്ട് വീഡിയോ ആയി ആ കാര്യങ്ങൾ പരമാവധി സിമ്പിളാക്കി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് നമ്മൾ ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് സ്റ്റുഡൻസ് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ ജെനറ്റിക്സുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ക്രോസ് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അങ്ങനെ മനസ്സിലാവുന്നില്ല. അവിടെ ഇങ്ങനെ റൗണ്ട് ഇടുന്നു, അത് ഇടുന്നു, പുന്നറ്റ് സ്ക്വയർ വരക്കുന്നു, ആകായിട്ട് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേ ഡൗട്ട്സ് കാണാറുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം, വളരെ സിമ്പിളായൊരു ചോദ്യവും, അതേപോലെ ഈവൻ ഇനി കുറച്ചൊരു ഹാർഡായൊരു ചോദ്യം വന്നാൽ പോലും എങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ജെനറ്റിക്സ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ക്രോസിംഗ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്സ് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു ക്രോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് ആൻസർ ചെയ്യുക. എയും ബിയും കാണുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ടോൾ ആൻഡ് റൗണ്ട്, എന്നിട്ട് ഇവിടെ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഡോർഫ് ആൻഡ് റിങ്കിൾഡ് എ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇവിടെ ഇതിൻ്റെ ഗ്യാമേറ്റ് അല്ലേ, റൗണ്ട് ഇട്ടിട്ട് നമ്മൾ ഗ്യാമേറ്റ് ആണ് വരയ്ക്കുക. ഇവിടെ ഗ്യാമേറ്റ് തന്നിട്ടുണ്ട്, ഇവിടെ അതിൻ്റെ ജീനോടൈപ്പാണ് തന്നിട്ടുള്ളത്, അതിൻ്റെ ഗ്യാമേറ്റ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ജീനോടൈപ്പ് തന്നിട്ടില്ല, ഗ്യാമേറ്റ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എനിവേ ഇതിൻ്റെ ഗ്യാമേറ്റ് എന്തായിരിക്കും, ബി എന്തായിരിക്കും? ഇത് വളരെ സിമ്പിൾ ആട്ടോ. കാരണം ഇവിടെ നമ്മൾ നോക്കുക, എങ്ങനെയാണ് ഗ്യാമേറ്റ് നമ്മൾ എഴുതുക? ഒന്നാമത്തത് ഇവിടുത്തെ ഒന്നാമത്തത് അത് ക്രോസ് ചെയ്യുക, ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ. ഒന്നാമത്തതും രണ്ടാമത്തതും ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ. രണ്ടാമത്തതും ഒന്നാമത്തതും ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ. രണ്ടാമത്തതും ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ. എന്ന് വെച്ചാൽ എല്ലാം ഒരേപോലെ ആയിരിക്കും ഇതിൻ്റെ ഗ്യാമേറ്റ്സ്. എന്ന് വെച്ചാൽ ബി എന്തേ ആവുള്ളൂ, ബി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ മാത്രമേ ആവുള്ളൂ. അതുകൊണ്ടാണ് ഒറ്റൊന്ന് കണ്ടത്, അല്ലെങ്കിൽ 4 ടൈപ്പ് ഓഫ് ഗ്യാമേറ്റ് ഉണ്ടാവുമായിരുന്നു. ഓക്കെ, ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളത് ജീനോടൈപ്പ് തന്നിട്ടില്ല, അതേപോലെ ഗ്യാമേറ്റ് തന്നിട്ടുണ്ട്. ഗ്യാമേറ്റ് ഒന്നേ തന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ജീനോടൈപ്പ് എല്ലാം അതുപോലെ ഉള്ളത് തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ സ്മോൾ ടി ആണ് ഇവിടെ തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ 2 സ്മോൾ ടി ആയിരിക്കും. സ്മോൾ ആർ മാത്രമാണ് തന്നിട്ടുള്ളതെങ്കിൽ 2 സ്മോൾ ആർ ആയിരിക്കും. എന്ന് വെച്ചാൽ സ്മോൾ ടി സ്മോൾ ആർ എന്നുള്ളതായിരിക്കും. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതുപോലെ ഇത് ഇത്രയും സിമ്പിൾ വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഓക്കെ, ഇനി കുറച്ചും കൂടി ടഫ് ഉള്ളതോ അല്ലെങ്കിൽ കുറച്ചുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുന്നതോ ഒക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, F1 പ്ലാന്റിന്റെ എന്തായിരിക്കും? ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. എന്ന് വെച്ചാൽ ഇവിടെ ടോൾ ഉണ്ട്, റൗണ്ട് ഉണ്ട്, ടോൾ ആൻഡ് റൗണ്ട് ആയിരിക്കും. ഓക്കെ, അത് വളരെ സിമ്പിൾ ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി ഒരു പ്രശ്നമുള്ള രൂപത്തിലുള്ള ഒരു ക്രോസ് എഴുതാം, എന്നിട്ട് അതിനെങ്ങനെ ഗ്യാമേറ്റുകൾ എഴുതാം, അതേപോലെ തന്നെ ക്രോസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നേരത്തെ ഉള്ളത് വളരെ സിമ്പിളായിട്ട് ഒറ്റ ടൈപ്പ് ഓഫ് ഗ്യാമേറ്റ് മാത്രമേ ഉള്ളൂ. ഇനി പല ടൈപ്പ് ഓഫ് ഗ്യാമേറ്റുകൾ വരുന്നതിന് എങ്ങനെ ഗ്യാമേറ്റ് എഴുതും, എങ്ങനെ അതിനെ ക്രോസ് ചെയ്യും എന്നുള്ളത് മാത്രം നോക്കാം. ഓക്കെ, എല്ലാ ക്രോസും കംപ്ലീറ്റ്ലി എഴുതുന്നില്ല, അതിൻ്റെ രൂപം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി തരാനാണ് നോക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഓക്കെ, സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇതെങ്ങനെയാണ് ഗ്യാമേറ്റ് എഴുതുന്നതെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാട്ടോ. പല തരത്തിലുള്ളത് തന്നത് എന്തിനാണെന്ന് വെച്ചാൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എങ്ങനെയാണ് ഇതിൻ്റെ ഗ്യാമേറ്റ് എഴുതുക? നേരത്തെ ഉള്ളതുപോലെ ഒറ്റ ഗ്യാമേറ്റ് ആയിട്ട് അല്ലേ, നേരത്തെ നമ്മൾ എഴുതി എന്ത്, നേരത്തെ നിങ്ങൾ നോക്കുക ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ അല്ലേ, ഒറ്റയടിക്ക് ഗ്യാമേറ്റ് ഒറ്റൊന്ന് മാത്രം എഴുതി. ഇതുപോലെ എഴുതാൻ പറ്റുമോ? ഇത് ഇല്ല, കാരണം ഇത് പല ടൈപ്പ് ഉള്ളതാണ് അല്ലേ. അപ്പം എന്ത് ചെയ്യണം, ഓരോന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എടുക്കുക, എന്നിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളതുമായി ക്രോസ് ചെയ്ത് അങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഗ്യാമേറ്റ് എഴുതാൻ. ഒന്നാമത്തത് നോക്കാം, ക്യാപിറ്റൽ ടി ഒന്നാമത്തതും ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ, ഒരു ഗ്യാമേറ്റ്, ഒരു ടൈപ്പ് ഓഫ് ഗ്യാമേറ്റ്, ഒരു ചാൻസ് ഇതാണ് അല്ലേ. ഇനി ഇത് തന്നെ ക്യാപിറ്റൽ ടി സ്മോൾ ആർ അല്ലേ, ക്യാപിറ്റൽ ടി സ്മോൾ ആർ രണ്ടാമത്തെ ഗ്യാമേറ്റ്. ഇനി അടുത്ത നമ്മൾ എടുക്കുന്നു സ്മോൾ ടി ക്യാപിറ്റൽ ആർ അല്ലേ, സ്മോൾ ടി ക്യാപിറ്റൽ ആർ. ഇനിയോ സ്മോൾ ടി സ്മോൾ ആർ. എന്ന് വെച്ചാൽ ഇങ്ങനെ 4 ടൈപ്പ് ഓഫ് ഗ്യാമേറ്റിന് സാധ്യത ഉണ്ട്. മനസ്സിലായോ? ശരിക്കും നോക്കണേ, 4 ടൈപ്പ് ഓഫ് ഗ്യാമേറ്റിന് സാധ്യത ഉണ്ട്. ഇത് 4 നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ എടുക്കണം. മറ്റേത് വളരെ സിമ്പിൾ ആയിരുന്നു, ഒറ്റ ടൈപ്പേ ഉള്ളായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ എടുക്കാം. ഇതും ഇതേപോലെ നോക്കാം. ഒന്നാമത്തത് സ്മോൾ ടി, ഒന്നാമത്തത് ക്യാപിറ്റൽ ആർ, സ്മോൾ ടി ക്യാപിറ്റൽ ആർ. ഓക്കെ, ഇനി ഒന്നാമത്തത് സ്മോൾ ടി, രണ്ടാമത്തത് സ്മോൾ ആർ, സ്മോൾ ടി സ്മോൾ ആർ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി
അതേപോലെ തന്നെയാണ് പിന്നെയും വരിക സ്മോൾ ടി ക്യാപിറ്റൽ ആർ, സ്മോൾ ടി സ്മോൾ ആർ. മനസ്സിലായോ? ഇതിൽ 2 ടൈപ്പ് ഓഫ് ഗാമറ്റ് ആണ് വരിക. പക്ഷെ നമുക്കിപ്പോൾ തൽക്കാലം ക്രോസ് ചെയ്യാൻ എളുപ്പത്തിന് 4 തന്നെ എഴുതാം. ഓക്കെ, ഇനി എങ്ങനെയാണ് ക്രോസ് ചെയ്യൽ, ഇതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെ ഇനി ഏത് വന്നാലും നമുക്കിനി ഗാമറ്റ് എഴുതാൻ പ്രയാസമില്ലല്ലോ. ഒന്ന് ജസ്റ്റ് വെറുതെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും ഒന്ന് എടുക്കുക. അപ്പോൾ എന്താ എടുക്കുക? ഓക്കെ, ക്യാപിറ്റൽ ടി സ്മോൾ ആർ. ഓക്കെ, ഇതിൽ ഒരു ടൈപ്പ് ഓഫ് വരുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ പോട്ടെ. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഒന്ന് എടുത്ത് നോക്കാം. എങ്ങനെ എഴുതാം? ഒരു ഗാമറ്റ് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ, പിന്നെ ക്യാപിറ്റൽ ടി സ്മോൾ ആർ, ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ടി സ്മോൾ ആർ. മനസ്സിലായോ? ഇനി എങ്ങനെ ഗാമറ്റ് എഴുതേണ്ടത് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. ഇങ്ങനെയാണ് ഗാമറ്റ് എഴുതേണ്ടത്. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഗാമറ്റുകൾ ഏതുമാ, അതായത് ഇത് ഫാദർ ആണെന്ന് വിചാരിക്കാം, ഇത് ഫാദർ ആണ്, ഇത് മദർ ആണെന്ന് വിചാരിക്കട്ടോ. ഈ ഫാദറിന്റെ ഏത് ഗാമേറ്റും ഈ മദറിന്റെ ഏത് ഗാമേറ്റും ആയിട്ടും ഫ്യൂസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഇതിന് അങ്ങനെ നമുക്ക് അങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റുക. അതിനാണ് നമ്മൾ ആ സ്ക്വയർ വരക്കുന്നത്, ആ പുന്നറ്റ് സ്ക്വയർ വരക്കുന്നത്. ആ ഏത് ഗാമേറ്റുമായിട്ട് ഫ്യൂസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ സ്ക്വയർ വരക്കുന്നത്. അതിനെന്താ ചെയ്യേണ്ടത്? ആദ്യം ഫാദറിനെ ഈ ഭാഗത്ത് എഴുതാൻ തീരുമാനിക്കുകയാണെങ്കിൽ മദറിനെ ഇങ്ങനെ എഴുതും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഫാദറിന്റെ ഒന്നാമത്തത് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ, ഇനി ക്യാപിറ്റൽ ടി സ്മോൾ ആർ, ഇനി സ്മോൾ ടി ക്യാപിറ്റൽ ആർ, ഇനി സ്മോൾ ടി സ്മോൾ ആർ. ഇതൊക്കെ ഫാദറിന്റെ ഗാമേറ്റ്സ്. മനസ്സിലായോ? ഇത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഇങ്ങനെ വേണമെങ്കിൽ വരച്ചു വെക്കാം, മാറിപ്പോവാതിരിക്കാൻ. ഓക്കെ, ഇനി മദറിന്റെ അടുക്കല്ലേ? മദറിന്റെ അടുക്കാം സ്മോൾ ടി ക്യാപിറ്റൽ ആർ. ഓക്കെ, ഇനി അടുത്തത് സ്മോൾ ടി സ്മോൾ ആർ, ഇനി സ്മോൾ ടി ക്യാപിറ്റൽ ആർ, ഇനി സ്മോൾ ടി സ്മോൾ ആർ. മനസ്സിലായോ? ഇങ്ങനെ എഴുതുക. ഇനി ക്രോസ് ചെയ്യാൻ പണിയുണ്ടോ? ഇനി നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് ക്രോസ് ചെയ്താൽ മാത്രം മതി. പിന്നെ നമ്മൾ അശ്രദ്ധ വരുത്തുന്നുണ്ടോ എന്നുള്ളത് മാത്രമേ വിഷയമുള്ളൂ. പിന്നെ വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. എന്താ? ഉദാഹരണത്തിന് ക്യാപിറ്റൽ ടി, ഇവിടെ സ്മോൾ ടി ഉണ്ട്, ക്യാപിറ്റൽ ആർ രണ്ടും അങ്ങനെ തന്നെ. ഇനി ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഇവിടെ ക്യാപിറ്റൽ ആർ, ഇവിടെ സ്മോൾ ആർ. മനസ്സിലായോ? ഇതിങ്ങനെ ഓരോന്നും ക്രോസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? അതിന്റെ ഫൈനൽ റിസൾട്ട് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യണം? അതിനെ ഫീനോടൈപ്പ് നോക്കണം, ജീനോടൈപ്പ് നോക്കണം. എത്ര ടൈപ്പ് ഓഫ് ജീനോടൈപ്പ് ഉണ്ട്, എത്ര ഫീനോടൈപ്പ് ഉണ്ട്. ജീനോടൈപ്പും ഫീനോടൈപ്പും ഒക്കെ നോക്കാനുള്ള അറിയാലോ അല്ലേ? അറിയില്ല എന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്താൽ മതി. അത് പ്രത്യേകം വിശദീകരിക്കാനൊക്കെ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫിസിക്കൽ അപ്പിയറൻസ്, ടോൾ ആണോ റൗണ്ട് ആണോ അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം. ജീനോടൈപ്പ് ആണെങ്കിൽ ഓരോ കാര്യങ്ങളും ഓരോ ഗാമേറ്റും എങ്ങനെയുണ്ട് എന്നുള്ളതിനനുസരിച്ചുണ്ടാവും. അതൊക്കെ വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും കാര്യങ്ങളിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എക്സാമിന് മുമ്പ് തന്നെ അത് കമന്റ് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് തന്നെ അത് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്ത് തരാം. ഓക്കെ, അപ്പം വളരെ ചില ആൾക്കാർക്ക് ഭയങ്കര സംഭവമാക്കി വിചാരിക്കുന്ന ആ ഒരു ജെനറ്റിക്സിലെ ക്രോസിംഗ് എന്ന് പറയുന്നതിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള, നമുക്ക് പഠിക്കാനുള്ള ഇത്ര കാര്യങ്ങളൊക്കെ ഉള്ളൂ അല്ലേ, അത് വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമന്റിലൂടെയൊക്കെ എഴുതുക. ഓക്കെ, അപ്പോൾ എനിവേ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനിയും നിങ്ങൾ ചില ഡൗട്ട് ചോദിച്ച ചില ഏരിയാസ് ഒക്കെ ഉണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോകളിലൂടെ സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. എല്ലാവരും നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.